ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി വരികയാണ്, നിർജ്ജല ഏകാദശി. വളരെ പ്രത്യേകതയുള്ള ഒരു ഏകാദശിയാണ്. നമുക്കറിയാം, ഒരു വർഷം 24 ഏകാദശികളുണ്ട്. അതായത് ഒരു മാസത്തിൽ 2 ഏകാദശികൾ. ഈ ഏകാദശികളൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ എല്ലാ ഫലങ്ങളും നൽകുന്ന ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും ഈ ഏകാദശി എടുക്കണം. ഇനി ഏകാദശി വരുന്നത് 17-ാം തീയതിയും 18-ാം തീയതിയുമാണ്. കേരളത്തിൽ 18-ാം തീയതിയാണ് വൈഷ്ണവ ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പക്ഷേ 17-ാം തീയതിയാണ്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം. അതായത് 17-ാം തീയതി ഏകാദശിയായി ആചരിക്കുകയും 18-ാം തീയതി പാരണ വീടുകയും ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളാണ്. ഒന്നാമത്തത് UK. അവർ 17-ാം തീയതി ഏകാദശി എടുക്കണം. UK-യിലുള്ള ആളുകൾ 18-ാം തീയതി പാരണ വീടണം. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യം, സൗദി അറേബ്യ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 18-ാം തീയതിയാണ് ഏകാദശി. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെ സൗദി അറേബ്യയിൽ 17-ാം തീയതിയാണ് ഏകാദശി. അത് പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. ഏകാദശി സൗദി അറേബ്യയിൽ മാത്രം 17-ാം തീയതിയാണ്. 18-ാം തീയതി പാരണ. മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമുക്ക് 18-ാം തീയതി ഏകാദശിയായിട്ട് എടുക്കാം. പിന്നെയുള്ളത് USA-യിലും ഇതേപോലെ തന്നെ 17-ാം തീയതി ഏകാദശി, 18-ാം തീയതി പാരണ. സാംബിയ, അവിടെയും 17-ാം തീയതി ഏകാദശി, 18-ാം തീയതി പാരണ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയ, ആ സ്ഥലം 17-ാം തീയതി ഏകാദശി, 18-ാം തീയതി പാരണ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമുക്ക് 18-ാം തീയതി ഏകാദശിയായിട്ട് എടുക്കുകയും 19-ാം തീയതി പാരണ വിടുകയും ചെയ്യാം. അതായത് കേരളത്തിൽ, അതായത് നമ്മുടെ ഭാരതത്തിൽ മുഴുവൻ, പിന്നെ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾ, പിന്നെയുള്ളത് സിംഗപ്പൂർ, മാലദ്വീപ്സ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, ന്യൂസിലാൻഡ്, ഇവരൊക്കെ തന്നെ 18-ാം തീയതി ഏകാദശി എടുത്തിട്ട് 19-ാം തീയതി പാരണ വിടണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 സ്ഥലങ്ങൾ, അതായത് UK, സൗദി അറേബ്യ, USA, സാംബിയ, ബ്രിട്ടീഷ് കൊളംബിയ, ഇതാണ് നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളാണ്. നമ്മളോട് ഇതിനു മുമ്പ് ഭക്തജനങ്ങൾ എഴുതി ചോദിച്ചിട്ടുള്ള, ഭഗവാന്റെ ഭക്തർ എഴുതി ചോദിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏകാദശി സ്ഥിരമായി എടുക്കുന്ന നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ, അപ്പോൾ അവരുടെ സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഇനി മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡേറ്റ് കൃത്യമായി പറയാം. ഏകാദശി തിഥിയുടെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ, ഈ 5 സ്ഥലങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. 17-ാം തീയതിയാണ് അവർ ഏകാദശി എടുക്കേണ്ടത്. നമ്മൾ ഭാരതത്തിലുള്ളവരും മറ്റ് സ്ഥലങ്ങളിലുള്ളവരും 18-ാം തീയതി ഏകാദശി എടുക്കുക. ഇനി നിർജ്ജല ഏകാദശിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്നത്തെ ദിവസം നമ്മൾ നിർബന്ധമായും മഹാലക്ഷ്മിയെയും ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനെയും ഒന്നിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അദ്ദേഹത്തിന് പഴങ്ങൾ, അതായത് മഞ്ഞ നിറമുള്ള പഴങ്ങളും മഞ്ഞപ്പൂക്കളും കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് പൂജ ചെയ്യാം. അതുപോലെ തന്നെ പൂർണ്ണമായ ഉപവാസം എടുക്കാൻ കഴിയുന്നവർ അങ്ങനെ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാം. കാരണം ഏകാദശിയുടെ പേര് തന്നെ നിർജ്ജല ഏകാദശി എന്നാണ്. അതായത് ജലം ഒന്നും കഴിക്കാതെ ഏകാദശിയായിട്ട് എടുക്കാൻ പറ്റുന്നവർ. ഇനി അങ്ങനെ എടുക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ജോലിക്ക് പോകണം, കാലാവസ്ഥാ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നമുക്കുള്ള മറ്റ് അസുഖങ്ങൾ, ഗർഭിണികളായിരിക്കുന്നവർ, മരുന്ന് കഴിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണും. അപ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യമനുസരിച്ച് ഉള്ള, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ആ വ്രതക്രമത്തിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഭഗവാന് നമ്മുടെ പ്രാർത്ഥനയും സ്നേഹവും മാത്രം മതി. നമ്മുടെ ആരോഗ്യം കളഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഭഗവാനെ പ്രാർത്ഥിക്കുകയോ ഇതുപോലുള്ള വ്രതങ്ങളൊന്നും എടുക്കുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ വ്രതമെടുത്ത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വ്രതമെടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ രോഗം അധികരിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു ഏകാദശിയും എടുക്കാനായിട്ട് പറ്റില്ല. അതൊന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയാണ് മുഖ്യം. ഇനി നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിർജ്ജല ഏകാദശി അതിൻ്റേതായ വിധി പ്രകാരം എടുക്കാം. അതല്ലാത്തവർ
പാലും പഴങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് സാധാരണ എടുക്കുന്നത് പോലെ തന്നെ എടുക്കുക. നമുക്കാണ് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ രോഗാവസ്ഥയെയും പറ്റിയൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോവുക. ഇനി എന്തുകൊണ്ടാണ് ഈ നിർജ്ജല ഏകാദശിക്ക് ഇത്രയും പ്രാധാന്യം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏകാദശിയുടെ മറ്റൊരു പേരാണ് പാണ്ഡവ ഏകാദശി, അല്ലെങ്കിൽ ഭീമ ഏകാദശി, ഭീമസേനി ഏകാദശി, ഇങ്ങനെയൊക്കെ പറയും. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏകാദശികളും, അതായത് ഒരു വർഷത്തിലുള്ള 24 ഏകാദശികളും പഞ്ചപാണ്ഡവരിൽ ഭീമൻ ഒഴികെയുള്ള മറ്റെല്ലാവരും അതേപോലെ തന്നെ ദ്രൗപദിയും എടുക്കുമായിരുന്നു. പക്ഷേ ഭീമസേനൻ്റെ കാര്യം നമുക്കറിയില്ല. അദ്ദേഹത്തിന് ഭയങ്കര വിശപ്പാണ്. അപ്പം വിശന്നിരുന്നുകൊണ്ട് ഒരിക്കലും ഏകാദശി എടുക്കാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഏകാദശികളൊന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവരെല്ലാവരും തന്നെ ഈ ഏകാദശി എടുക്കുന്നത് കണ്ടപ്പോൾ ഭീമസേനന് ഒരു സംശയം തോന്നി. ഞാനിനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ, ഭഗവാനെ അപമാനിക്കുന്നതായിട്ട് ഭഗവാന് തോന്നുമോ, ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് വ്യാസഭഗവാനോട് അദ്ദേഹം അന്വേഷിക്കുകയാണ്. ഞാനിങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഭഗവാൻ എന്നോട് ദേഷ്യമുണ്ടാകുമോ എന്നൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ മുനിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് വേണ്ട, നിങ്ങൾ ഇതുവരെ ഈ 24 ഏകാദശികളിലും ഏറ്റവും മഹത്തരമായ ഒരു ഏകാദശിയുണ്ട്, അതാണ് നിർജ്ജല ഏകാദശി. അത് വിദ്യാവണ്ണം എടുത്തു കഴിഞ്ഞാൽ മറ്റ് ഏകാദശികളെന്നും എടുത്തില്ലെങ്കിലും അതിൻ്റെ എല്ലാ ഫലങ്ങളും, ബാക്കിയുള്ള 24 ഏകാദശികളുടെയും ഫലം ഈ ഏകാദശിക്ക് ലഭിക്കുമെന്നുള്ളത്. അങ്ങനെ ആ ഒരു ഏകാദശി, വർഷത്തിലുള്ള ഒരു ഏകാദശി മാത്രമാണ് ഭീമസേനൻ എടുത്തിരുന്നത്. അതാണ് ഈ നിർജ്ജല ഏകാദശി. അങ്ങനെ അദ്ദേഹം എടുക്കുകയും അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും അദ്ദേഹത്തിന് ആ ഒരു വർഷത്തെ ഭഗവാനോ ഏകാദശി എടുക്കാത്തതിൻ്റെ മുഴുവൻ ദോഷങ്ങളും മാറുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇതാണ് വ്രതകഥ. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് ഭീമസേന ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും ഒക്കെ പറയുന്നുണ്ട്. ഈ മഹാലക്ഷ്മിയും കൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഈ ഏകാദശിക്ക്. കാരണം സാമ്പത്തിക ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറ്റുന്നത് ലക്ഷ്മി ദേവിയുടെ അമിതമായ കടാക്ഷം ഉണ്ടാകുന്ന ഏകാദശിയാണ് ഈ നിർജ്ജല ഏകാദശി. നമ്മളാണ് നമ്മളുടെ വ്രതരീതി മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും വ്രതം എടുക്കാൻ. പേര് നിർജ്ജലമാണ് എന്ന് കരുതി ആരോഗ്യമില്ലാത്തവർ ഒരിക്കലും ഈ വ്രതത്തിലേക്ക്, നിർജ്ജലമായിട്ടുള്ള വ്രതത്തിലേക്ക് കടക്കരുത്. കാരണം ഒരിക്കലും നമ്മളൊരു വ്രതം എടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ദോഷമുണ്ടായിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഭഗവാനെ കുറ്റം പറയാൻ ഇടവരുത്തരുത്. നമ്മൾ സ്നേഹിക്കുന്നതാണ് ഭഗവാനെ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ആരും കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കാരണം ഏകാദശി എടുത്തു, നമ്മൾ പിറ്റേ ദിവസം തലകറങ്ങി വീണു, അതല്ലെങ്കിൽ അന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി, അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാൻ പോയിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു, ദേ വയ്യാതായില്ലേ എന്ന് പറയും. അങ്ങനെ പിറ്റേ തവണ നമ്മൾ ഏകാദശി എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല, ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം നമ്മുടെ സ്നേഹവും പ്രാർത്ഥനയുമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വ്രതത്തിലിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഏകാദശിക്ക് എന്തൊക്കെ കഴിക്കാം കഴിക്കരുത് എന്നൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഭഗവാനോടുള്ള സ്നേഹമാണ് ഏറ്റവും പ്രധാനം. നാമം ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നമ്മൾ ചെല്ലുക. മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുക. ഇനി അതറിയത്തില്ലെങ്കിലോ മഹാലക്ഷ്മിയെ നമയെന്ന് 108 തവണ ജപിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഭഗവാനെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ഒരു കാരണവശാലും കുറ്റം പറയാൻ ഇടവരുത്തരുത്. അതേപോലെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മൾ കാരണം അവർക്ക് ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാനെ നന്നായി വിളിച്ച് പ്രാർത്ഥിക്കുക. ഇനി അടുത്ത ദിവസം നമ്മൾ പാരണാ സമയങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലെയും പാരണാ സമയം പറയാം. ഇനി ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ മതി. അവർക്ക് ഏത് ദിവസമാണ് ഏകാദശി എന്നുള്ളത് ഞാൻ പറയാം. അതേപോലെ തന്നെ 18-ാം തീയതി ഏകാദശി എടുക്കേണ്ടുന്ന ആളുകളെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലുള്ള മുഴുവൻ ആളുകൾ, ഞാൻ ഈ പറഞ്ഞ സൗദി അറേബ്യ അല്ലാത്ത ദോഹ, കുവൈറ്റ്, ദുബൈ, അബുദാബി, അതുപോലെ തന്നെ ബഹ്റിൻ, ഒമാൻ, ഷാർജ,
പിന്നെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മാലിദ്വീപ്സ്, ന്യൂസിലാൻഡ് ഇവരെല്ലാം തന്നെ 18-ാം തീയതിയാണ് ഏകാദശി എടുക്കേണ്ടത്. 18-ാം തീയതി ഏകാദശി എടുത്ത് 19-ാം തീയതി പാർണ വീടുക. പാരണ സമയം അടുത്ത വീഡിയോയിലിടാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.